C Programming Lab for Complementary Papers. Dear students, today we will discuss about the program to merge two arrays. രണ്ട് അറേയുടെ എൻട്രി ചെയ്യും, അതിൽ നിന്ന് രണ്ട് അറേയുടെ മെർജ് ചെയ്ത് സിംഗിൾ വൺ ആക്കി മാറ്റാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സോർട്ടഡ് അറേ ആയിരിക്കും. അപ്പൻഡ് അറേസ് എന്ന് പറഞ്ഞാൽ ഒരു അറേയും തൊട്ടടുത്ത അറേയും കൂടെ ജോയിൻ ചെയ്യാം. ടു മെർജ് അറേ എന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ സോർട്ട് ചെയ്യും കൂടെ വേണം. ഓക്കെ, നമുക്ക് അതിന്റെ ഒരു പിക്ചർ നോക്കാം. നമുക്ക് ഇവിടെ നോക്കി, ഇവിടെ ഒരു അറേ ഉണ്ട്. ഈ ഒരു സിംഗിൾ അറേ, അതുപോലെ ഇവിടെ വേറൊരു അറേ. ഈ രണ്ട് അറേയും തമ്മിൽ എന്ത് ചെയ്യാം? മെർജ് ചെയ്യണം. മെർജ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫസ്റ്റ് ടൈം ഈ ഒരു അറേനെ സോർട്ട് ചെയ്യുക, അതല്ലെങ്കിൽ രണ്ട് അറേയും കൂടെ അപ്പൻഡ് ചെയ്തതിനു ശേഷം സോർട്ട് ചെയ്യുക. സോർട്ടഡ് അറേ ആയിട്ടാണ് നമുക്ക് മെർജ് എന്നല്ലാണ്ട് വർക്ക് ചെയ്യാൻ വേണ്ടത്. അപ്പൻഡ് എന്ന ഓപ്പറേഷൻ ഉണ്ട്, അപ്പൻഡ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് അറേ റീഡ് ചെയ്യുക, അതിനുശേഷം സെക്കൻഡ് അറേ. ഇതൊരു ഫസ്റ്റ് അറേയാണ്, ഇതിനുശേഷം സെക്കൻഡ് അറേ. രണ്ടും ഒരുമിച്ച് സിംഗിൾ അറേ ആക്കി മാറ്റുക. അതിനാണ് അപ്പൻഡ് ചെയ്യാൻ. ലാസ്റ്റ് ഐറ്റം കഴിഞ്ഞ ശേഷം ഫസ്റ്റ് നെക്സ്റ്റ് അറേയും കൂടെ അതിന്റെ കൂടെ ജോയിൻ ചെയ്യുക. അപ്പോൾ അത് സോർട്ടഡ് അറേ ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ മെർജ് എന്ന് പറഞ്ഞാൽ അത് സോർട്ടഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് സോർട്ടഡ് അറേക്ക് റീപ്രസെന്റ് ചെയ്തത്. അപ്പോൾ ഒന്നെങ്കിൽ ഫസ്റ്റ് അറേ ഓൾറെഡി സോർട്ട് ചെയ്യുക, അത് സെക്കൻഡ് അറേ പിന്നീട് സോർട്ട് ചെയ്യുക, അതിനുശേഷം രണ്ടും കൂടെ അപ്പൻഡ് ചെയ്യുക. ഇതുപോലെ മെർജ് ഓപ്ഷൻസ് വർക്ക് ചെയ്യിപ്പിക്കുക. അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഫസ്റ്റ് അറേ വർക്ക് ചെയ്യിപ്പിക്കുക, അപ്പൻഡ് ചെയ്യുക, സെക്കൻഡ് അറേ അപ്പൻഡ് ചെയ്യുക. അപ്പോൾ രണ്ടും സിംഗിൾ അറേ ആയിട്ട് മാറും. അതിനുശേഷം എന്ത് ചെയ്യാം? സോർട്ട് ചെയ്യാം. നോക്കാം, നമ്മുടെ സോഴ്സ് കോഡ് നോക്കാം. ഇവിടെ നോക്കിയാൽ ഹാഷ് ഇൻക്ലൂഡ് stdio.h conio.h ഇന്റെ മെയിൻ അറേ 1 ഫസ്റ്റ് അറേ റീഡ് ചെയ്യാനുള്ളത് 50 സൈസ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് അറേ 50 സൈസ് കൊടുത്തിട്ടുണ്ട്. സൈസ് 1 അറേയുടെ ഫസ്റ്റ് അറേയുടെ സൈസ് എത്രത്തോളം ഉണ്ട്, എത്ര എലിമെന്റ് സ്റ്റോർ ചെയ്യാം, അത് റൺ ചെയ്യാനുള്ള ഒരു കണ്ടന്റ് ആണ് സൈസ് 1. അറേയുടെ സൈസ് 2 രണ്ടാമത്തെ അറേയുടെ സൈസ് i j k j കൊടുത്തിട്ടുണ്ട് k. പിന്നെ ഇത് സോർട്ട് ചെയ്യുമ്പോൾ ടെമ്പ് എന്നൊരു വേരിയബിൾ വേണം. മെർജ് ചെയ്തതിനു ശേഷം കിട്ടുന്ന അറേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് അറേയിലും 50 ഉണ്ടെങ്കിൽ നമുക്ക് 100 ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി വേറൊരു അറേയുടെ വേണം. ഓക്കെ, അപ്പം 3 അറേ, എ ഫസ്റ്റ് അറേ, സെക്കൻഡ് അറേ, തേർഡ് അറേ, റിസൾട്ട് കിട്ടേണ്ട അറേ. അപ്പോൾ അതിന് റെപ്രസെന്റ് ചെയ്യാനുള്ള സൈസ് ആണ് സൈസ് 1, സൈസ് 2. ഫസ്റ്റ് അറേയുടെ സൈസും സെക്കൻഡ് അറേയുടെ സൈസും. ദെൻ ഐയും കെയും ജെയും ടെമ്പതൊക്കെ വേരിയബിൾസ് ആണ്. ഫസ്റ്റ് എൻ്റർ ദ അറേ, അറേയുടെ സൈസ്, ഫസ്റ്റ് അറേയുടെ സൈസ് റീഡ് ചെയ്യുക, അത് സൈസ് 1 സ്റ്റോർ ചെയ്തു. എൻ്റർ ദ അറേ എലമെന്റ്സ്, ഫസ്റ്റ് അറേയിലെ എലമെന്റ്സ് എൻ്റർ ചെയ്യുക. അത് അറിയാൻ അറേന്റെ എലമെന്റ്സ് റീഡ് ചെയ്യാനുള്ള മെത്തേഡാണ്. ഓക്കെ, സോ ആ ഫസ്റ്റ് അറേ റീഡ് ചെയ്യുമ്പോൾ തന്നെ ആ അറേ എനിക്ക് അസൈൻ ചെയ്ത് കൊടുത്തു മെർജ് ഐ എന്ന് പറഞ്ഞ ഈ ഒരു വേരിയബിൾക്ക്. റീഡ് ചെയ്യുമ്പോൾ തന്നെ തേർഡ് അറേ അതിലേക്ക് ഡാറ്റ റീഡ് ചെയ്തു. ഈ മെർജ് എന്ന് പറഞ്ഞതിലേക്ക് ഡാറ്റ അസൈൻ ചെയ്തു. ദെൻ സെക്കൻഡ്, നമുക്ക് ഇവിടെ സെക്കൻഡ് കേസിൽ അറേ എലമെന്റ്സ്, രണ്ടാമത്തെ അറേയുടെ എലമെന്റ്സ് എത്ര ഉണ്ട്, എണ്ണം ഉണ്ടെന്നുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. സൈസ് 2 സ്റ്റോർ ചെയ്തു. ദെൻ എൻ്റർ അറേ എലമെന്റ്സ്, രണ്ടാമത്തെ അറേയുടെ എലമെന്റ്സ് ഡാറ്റ സ്റ്റോർ ചെയ്തു. സോ അത് റീഡ് ചെയ്താണ് ഇതുപോലെ. അപ്പോൾ ഓൾറെഡി അറേയിലെ എലമെന്റ്സ് ഉണ്ട് അല്ലെ, മെർജ് അറേ എന്നുള്ള ഓൾറെഡി എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സിലോട്ട് അപ്പൻഡ് ചെയ്യാൻ ഇവിടെ ചെയ്തത്, ഡാറ്റ അതിലേക്ക് അപ്പൻഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഒരു അറേ ഉണ്ടായിരുന്നു ARR1, ദെൻ രണ്ടാമത്തെ ARR2. ഇപ്പൊ നമുക്ക് തേർഡ് അറേ ആണ് മെർജ് കെ എന്ന് പറഞ്ഞ, മെർജ് എന്ന് പറഞ്ഞൊരു അറേ. ഈ മെർജ് എന്ന അറേയിൽ ഫസ്റ്റ് ആദ്യത്തെ അറേ ഉണ്ടായിരിക്കും, അതിനുശേഷം ഫസ്റ്റ് അറേയുടെ ലാസ്റ്റ് എലമെന്റ് കഴിഞ്ഞ ഉടനെ തന്നെ സെക്കൻഡ് അറേയുടെ ഫസ്റ്റ് എലമെന്റ് ഓൺവേർഡ്സും ആ ഡാറ്റ ഇപ്പൊ ഉണ്ടായിരിക്കും. അതാണ് ഇപ്പൊ മെർജ് എന്ന് പറഞ്ഞ അറേ ഉണ്ടായിരിക്കുക. ഇനി അപ്പോൾ സോർട്ടഡ് ആയിരിക്കില്ല, ജസ്റ്റ് ഇത് പ്രിന്റ് ചെയ്ത് കൊടുക്കിയാൽ ഫസ്റ്റ് അറേ പ്ലസ് സെക്കൻഡ് അറേ ആ രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൻഡ് ഓപ്പറേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് സിംഗിൾ അറേക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മെർജ് എന്ന് പറഞ്ഞ സിംഗിൾ അറേയിലുള്ളത്, അത് നമുക്കിവിടെ സോർട്ട് ചെയ്യണം. ആ സോർട്ട് ചെയ്യാനുള്ള മെത്തേഡാണ് കൊടുത്തുള്ളത്. ഫോർ i is equal to 0, i less than k, അതുപോലെ j is equal to i plus 1, j less than k. ജസ്റ്റ് കമ്പയർ ചെയ്യുക, ഫസ്റ്റ് എലമെന്റും തൊട്ടടുത്ത എലമെന്റും കമ്പയർ ചെയ്യുക. അത് കമ്പയർ ചെയ്യുമ്പോൾ അത് ലെസ് ദാൻ എന്നുള്ള കേസാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ലെസ് ദാൻ എന്ന സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. ലെസ് ദാൻ എന്ന സിമ്പിൾ ആണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ടെമ്പ് is equal to മൂന്നാമത്തെ വേരിയബിൾ ടെമ്പറേച്ചർ വേരിയബിളിൽ ഡാറ്റ അസൈൻ ചെയ്തിട്ട് തിരിച്ചു സ്വാപ്പ് ചെയ്യുന്ന മെത്തേഡ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ എലമെന്റ് ഇത് സോർട്ട് ചെയ്യാനുള്ള മെത്തേഡായിരുന്നു. സോർട്ട് ചെയ്തതിന് ശേഷം നമുക്കത് പ്രിന്റ് ചെയ്യിപ്പിക്കണം. പ്രിന്റ് ചെയ്യാനുള്ള മെത്തേഡാണ്, അറേ പ്രിന്റ് ചെയ്യാനുള്ള മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. ഫോർ i is equal to 0, i less than k, i plus plus. ജസ്റ്റ് പ്രിന്റ് എഫിൽ മെർജ് ഐ കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഇവിടെ മെർജിൽ എലമെന്റ് ഉണ്ടായിരുന്നു, അത് ഇവിടെ സോർട്ട് ചെയ്തു. ഓക്കെ, പ്രിന്റ് നോക്കാം. ഹലോ, ഫസ്റ്റ് എൻ്റർ ദ അറേ സൈസ് റീഡ് ചെയ്ത് കൊടുക്കാം. 6 എന്ന് റീഡ് ചെയ്തു ഫസ്റ്റ് അറേ സൈസ്. എൻ്റർ ദ ഫസ്റ്റ് അറേയിലെ എലമെന്റ്സ് റീഡ് ചെയ്യാം. റീഡ് ചെയ്തു. സെക്കൻഡ് അറേയിലെ എലമെന്റ്സ് 8 എലമെന്റ്സ്. ഓക്കെ, റിയൽ വാല്യൂ നോക്കി 1 2 3 3 ഉണ്ട് അല്ലേ, രണ്ട് എലമെന്റിൽ 3 ആണ് വരുന്നുണ്ട്. 3
4 ടൈംസ് വരുന്നുണ്ട്. 8th പോയിന്റ് എല്ലാം സോർട്ടഡ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ എൻ്റർ ചെയ്ത് നോക്കാം. എലമെന്റ്സ് 6, നെക്സ്റ്റ് എലമെന്റ് 8, ഓക്കെ, സോർട്ടഡ് എലമെന്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പ്രോഗ്രാമുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.